എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മാർച്ച് 13-ാം തീയതിയിലെ ഇമ്പോർട്ടന്റ് കറണ്ട് അഫയേഴ്സ് ആണ്. അപ്പൊ നമുക്ക് ചോദ്യങ്ങളിലേക്ക് കടക്കാം. നമ്മുടെ ഒന്നാമത്തെ ചോദ്യം, ഇന്റർനാഷണൽ ക്രിക്കറ്റ് കൗൺസിലിന്റെ അതായത് ICCയുടെ ഫെബ്രുവരി മാസത്തെ മികച്ച കളിക്കാരനായി തിരഞ്ഞെടുത്തത് ആരെയാണ്? ഇന്റർനാഷണൽ ക്രിക്കറ്റ് കൗൺസിൽ ഫെബ്രുവരി മാസത്തെ മികച്ച കളിക്കാരനായി തിരഞ്ഞെടുത്തത് ആരെയാണ്? ഇന്ത്യൻ താരമായിട്ടുള്ള യശസ്വി ജയ്സ്വാളിനെയാണ്. ആരെയാണ്? ഇന്ത്യൻ പ്ലെയർ ആയിട്ടുള്ള യശസ്വി ജയ്സ്വാളിനെയാണ്. ഓർത്തിരിക്കുക. നമ്മുടെ രണ്ടാമത്തെ ചോദ്യം, പൗരത്വ നിയമത്തിലെ വിവാദമായ വ്യവസ്ഥകൾക്കെതിരെ പ്രമേയം പാസാക്കിയ ആദ്യ നിയമസഭ. പൗരത്വ നിയമത്തിലെ വിവാദമായ വ്യവസ്ഥകൾക്കെതിരെ പ്രമേയം പാസാക്കിയ ആദ്യ നിയമസഭയാണ് കേരള നിയമസഭ, അല്ലെങ്കിൽ കേരളമാണ്. ഓക്കെ, ഓർത്തിരിക്കുക. ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. നമ്മുടെ മൂന്നാമത്തെ ചോദ്യം, മെന്റൽ സ്റ്റേറ്റ് ഓഫ് വേൾഡ് റിപ്പോർട്ട് അനുസരിച്ച് ലോകത്തെ അസന്തുഷ്ട രാജ്യങ്ങളുടെ പട്ടികയിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? ആരാണ് ഈ റിപ്പോർട്ട് പുറത്തുവിടുന്നത്? മെന്റൽ സ്റ്റേറ്റ് ഓഫ് വേൾഡ്. അവരുടെ റിപ്പോർട്ട് അനുസരിച്ച് ലോകത്തെ അസന്തുഷ്ട രാജ്യങ്ങളുടെ പട്ടികയിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? 11-ാം സ്ഥാനത്താണ് ഇന്ത്യ. ഓക്കെ, അതും ഒരു ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്, ഓർത്തിരിക്കുക. നമ്മുടെ നാലാമത്തെ ചോദ്യം, മിഷൻ ദിവ്യാസ്ത്ര ദൗത്യം നയിച്ച മലയാളി ശാസ്ത്രജ്ഞ ആരാണ്? മിഷൻ ദിവ്യാസ്ത്ര ദൗത്യം നയിച്ച മലയാളി ശാസ്ത്രജ്ഞയാണ് ഷീന റാണി. എന്താണ് മിഷൻ ദിവ്യാസ്ത്ര എന്ന് നമ്മൾ ഇന്നലത്തെ കറണ്ട് അഫയേഴ്സ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ കാണാത്തവരുണ്ടെങ്കിൽ അത് പോയി കാണാം കേട്ടോ. കണ്ടവരാണെങ്കിൽ നമ്മുടെ ഈ വീഡിയോയ്ക്ക് താഴെ എന്താണ് മിഷൻ ദിവ്യാസ്ത്ര എന്ന് കമന്റോട് ചെയ്തേക്കാം. അപ്പൊ നമ്മുടെ അഞ്ചാമത്തെ ചോദ്യം, പുകവലി വിമുക്ത ദിനം എന്നാണ്? പുകവലി വിമുക്ത ദിനം മാർച്ച് 13-ാം തീയതിയാണ്. എന്നാണ്? മാർച്ച് 13. നമ്മുടെ ആറാമത്തെ ചോദ്യം, കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയത്തിന്റെ കണക്ക് പ്രകാരം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പാസ്പോർട്ട് ഉടമകളുള്ള സംസ്ഥാനം ഏതാണ്? കേരളമാണ്. 2-ാം സ്ഥാനത്ത് മഹാരാഷ്ട്രയും 3-ാം സ്ഥാനത്ത് ഉത്തർപ്രദേശുമാണ്. ഇനി വനിതകളിൽ ഏറ്റവും കൂടുതൽ പാസ്പോർട്ട് ഉള്ള സംസ്ഥാനം ഏത് തന്നെയാണ്? കേരളം തന്നെയാണ്. ഓർത്തിരിക്കുക. നമ്മുടെ ചോദ്യം എന്തായിരുന്നു? കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയത്തിന്റെ കണക്കനുസരിച്ച് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പാസ്പോർട്ട് ഉടമകളുള്ള സംസ്ഥാനം ഏതാണ്? കേരളം. വനിതകളിലും ഏതാണ്? കേരളം തന്നെയാണ്. ഇനി 2-ാം സ്ഥാനത്ത് വരുന്നത് മഹാരാഷ്ട്രയും 3-ാം സ്ഥാനത്ത് വരുന്നത് ഉത്തർപ്രദേശുമാണ്. ഓർത്തിരിക്കുക. സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ചോദിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. നമ്മുടെ ഏഴാമത്തെ ചോദ്യം, കേന്ദ്ര വിജിലൻസ് കമ്മീഷണറായി നിയമിതനായ മലയാളി ആരാണ്? കേന്ദ്ര വിജിലൻസ് കമ്മീഷണറായി നിയമിതനായത് AS രാജീവാണ്. ആരാണ്? AS രാജീവ്. നമ്മുടെ എട്ടാമത്തെ ചോദ്യം, 2024-ലെ ജ്ഞാനപ്പാന പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? 2024-ലെ ജ്ഞാനപ്പാന പുരസ്കാരം ലഭിച്ചത് രാധാകൃഷ്ണൻ കാക്കശ്ശേരിക്കാണ്. ആർക്കാണ്? രാധാകൃഷ്ണൻ കാക്കശ്ശേരി. ഓർത്തിരിക്കുക. നമ്മുടെ ഒമ്പതാമത്തെ ചോദ്യം, സമുദ്ര വിഭവങ്ങളും സമുദ്ര ജൈവ വൈവിധ്യവും കാത്തു സൂക്ഷിക്കുന്നതിനായി മറൈൻ എലൈറ്റ് ഫോഴ്സ് രൂപീകരിച്ച ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഒരിക്കൽ കൂടെ വായിക്കാം. സമുദ്ര വിഭവങ്ങളും സമുദ്ര ജൈവ വൈവിധ്യവും കാത്തു സൂക്ഷിക്കുന്നതിനായി മറൈൻ എലൈറ്റ് ഫോഴ്സ് രൂപീകരിച്ച ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ഏതാണ്? തമിഴ്നാടാണ്. ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്, മറക്കല്ലേ. നമ്മുടെ അവസാനത്തെ ചോദ്യം, വുമൻസ് പ്രീമിയർ ലീഗിലെ ഏറ്റവും മികച്ച ബോളിംഗ് പ്രകടനം കാഴ്ചവെച്ചത് ആരാണ്? അതായത് വുമൻസ് പ്രീമിയർ ലീഗിൽ ഏറ്റവും മികച്ച ബോളിംഗ് പ്രകടനം കാഴ്ചവെച്ചത് എല്ലിസ പെറിയാണ്. RCBയുടെ ബോളറാണ്. അപ്പം 15 റൺസ് കഴിഞ്ഞ് 6 വിക്കറ്റുകളാണ് എല്ലിസ പെറി ഒരു മാച്ചിൽ എടുത്തത്. മുംബൈ ഇന്ത്യൻസിനെതിരെയായിരുന്നു എല്ലിസ പെറിയുടെ ഈ പ്രകടനം. ഓർത്തിരിക്കുക. അപ്പൊ നമ്മുടെ വീഡിയോയുടെ അവസാനിക്കുകയാണ്. ഈ വീഡിയോയുടെ നോട്ട്സ് വേണമെങ്കിൽ നിങ്ങൾ നമ്മുടെ റൂട്ടഡ് ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. LDCയുടെ ക്ലാസ്സുകൾ ഫ്രീ ആയിട്ട് റൂട്ടഡ് ആപ്പിൽ റൺ ചെയ്തു പോകുന്നുണ്ട്. സോ ഡൗൺലോഡ് ചെയ്യാനുള്ളവർ എത്രയും പെട്ടെന്ന് ഡൗൺലോഡ് ചെയ്യുക. കൂടുതൽ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസിന് വേണ്ടി നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. താങ്ക് യു.